നമുക്ക് ആ പറമ്പിന് റബ്ബർ തോട്ടത്തിലേക്ക് പോകാം. അവിടെയാണ് പശുവിനെ ഇട്ടാണ് അവളെ അഴിച്ചു വിട്ട് തീറ്റിക്കാനായിട്ടാണ് പോകാൻ പോണത്. അവളവിടെ നിന്ന് കരയുക. ഇത് സമയം കഴിഞ്ഞായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം 3 മണിയൊക്കെ ആകുമ്പോഴാണ് എത്തിയിടാറുള്ളതാണ്. ഈ റബ്ബറിൻ്റെ ഇതൊക്കെ ഇവിടെ പതി കൂടി പോയപ്പോഴേ പറിച്ച് കളയുമ്പോൾ എന്താ റബ്ബറിൻ്റെ കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ ഇപ്പോൾ എല്ലാം കളഞ്ഞാൽ ഇതിൽ കൂടി പോകുന്നത്. ഈ റബ്ബറിൻ്റെ ചിരട്ടൊക്കെ കളഞ്ഞാ അല്ലെങ്കിൽ ഒന്നും കളയാണ്ട് വല്ല സൂക്ഷിച്ച് പോകണമല്ല. എന്നെല്ലാം കളഞ്ഞു എന്താ ഇതെന്നാ ഈ കാണിച്ചത് കെട്ടിട്ട പോലെ മനുഷ്യൻ കെട്ടിയിട്ട പോലെ അതൊക്കെ പണ്ടുകാലം തൊട്ട് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് മൈഗ്രെയിന് നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ കിളുന്തല ഇങ്ങനെ പറിച്ചെടുത്തിട്ട് നമ്മൾക്ക് കൈവെള്ളയിലിട്ട് ഇങ്ങനെ തിരുമ്മി ഇതുപോലെ തിരുമ്മിയിട്ട് തിരുമ്മി നീരെടുക്കണം. ഇങ്ങനെ തിരുമ്മി കഴിയുമ്പോൾ തന്നെ അതിൻ്റെ നീര് വരും നല്ലതായിട്ട്. ഇങ്ങനെ അമർത്തി തിരുമ്മി കഴിയുമ്പോൾ എന്നിട്ട് ആ നീര് ഇങ്ങനെ ഇതിങ്ങനെ പിഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഇതിൽ കൂടി വരുന്നുണ്ടോ. എന്നിട്ട് ഇങ്ങനെ ചെറുവിരലേക്ക് കൂടി ഇങ്ങനെ ഒഴുകും. പിഴിഞ്ഞ് അത് നെറുകന്തലയുടെ ആ കുഴി പോലെയുള്ള ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇത് ഒഴിക്കും. അതുപോലെ ഇത് അരയ്ക്കുകയും ചെയ്യും. അരച്ചിട്ട് ഇങ്ങനെ 2 തള്ളവിരലിൻ്റെ ഇതുപോലെ ഇങ്ങനെയുള്ള വശത്ത് ഇങ്ങനെ വെക്കും. അരച്ച് വെച്ചു 2 വിരൽ. അപ്പോൾ അത് ഈ മൈഗ്രെയിന് നല്ലതെന്ന് പറയണം. ശരിയാത് അനുഭവിച്ചവർ പറയണം ശരിയാ. ഇപ്പോൾ ഉള്ളവരൊക്കെ വിശ്വസിക്കുക എന്തോന്ന് അറിയില്ല. എല്ലാവരും ഇംഗ്ലീഷ് മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട്. പക്ഷെ ഇത് അങ്ങനെ പരീക്ഷിച്ച് നോക്കിയാൽ അറിയാം. പിന്നെ ഇതിൻ്റെ ഇലയും പൂവും വേരും ഒക്കെ കൂടെ ഇടിച്ച് പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരെടുക്കണം. നീരെടുത്തിട്ട് എന്തോരം നീരുണ്ടോ, ഇപ്പോൾ 1 ലിറ്റർ നീരാണ് കിട്ടണമെങ്കിൽ വെള്ളമൊന്നും ചേർക്കരുത്. ഇത് മാത്രം ഇട്ട് അടിച്ച് പിഴിഞ്ഞെടുക്കണം. 1 ലിറ്റർ അതിൻ്റെ നീരും അരിച്ചത് പിഴിഞ്ഞിട്ട് എടുക്കണം. അത്രയും തന്നെ വെളിച്ചെണ്ണയും. അത് നല്ല വെളിച്ചെണ്ണ ആയിരിക്കണം. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന വെളിച്ചെണ്ണ ആയിരിക്കരുത്. ഉരുക്ക് വെളിച്ചെണ്ണ ആയിരിക്കണം. നമ്മൾ തേങ്ങാപ്പാൽ ഉരുക്കിയെടുക്കണം ആ വെളിച്ചെണ്ണ. അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് തെളിയാൻ വെക്കണം. വെയിലത്ത് കൊണ്ട് വെക്കണം. വെയിൽ കൊണ്ട് ഇങ്ങനെ അതിന് തെളിഞ്ഞ് തന്നെ ആ തെളി കൊണ്ട് കുടിച്ചാൽ നല്ലതെന്ന് പറയുന്നുണ്ട്. അത് മുടി വളരാൻ നല്ലതാണ്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കാച്ചിയെടുക്കാം. അത് ചെറിയ പിന്നെ ഇത് വെച്ചിട്ടാണ്, ഗ്യാസിലൊന്നും വെക്കരുത്, വിറകടുപ്പിൽ ചെറിയ കനലിൽ വെച്ചിട്ട് ഇങ്ങനെ വറ്റിച്ച് ഇളക്കി പതിയെ എടുത്തിട്ട് അതിൻ്റെ അത് തെളി ഊറ്റാനായിട്ട് അതും ഇതുപോലെ കൊണ്ട് വെയിലത്തുകൊണ്ട് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞാൽ തെളിഞ്ഞിട്ട് ആ തെളി ഊറ്റിയെടുത്തിട്ട് വെളിച്ചെണ്ണ എടുത്ത് വെക്കണം. ആ എണ്ണ വെച്ച് കുളിച്ച് കഴിഞ്ഞാൽ വിളിക്കണം. കൊടുത്ത് വന്നിട്ട് വിളിക്കണം. എന്താ വരാത്തേന്ന് വയററിഞ്ഞാപ്പ കുറേ വിളിക്കണത്. അപ്പൊ നിനക്ക് തിന്നണ്ടേ? വരാത്തതിന് ഓടുന്ന് വിളിച്ചിട്ടില്ലേ മോള്? ഞാനിങ്ങനെ വിളിക്കണെന്ന് നോക്കുന്നത്.
അല്ലെങ്കിൽ ഇവിടെ ഓടി നടന്ന് തിന്നണമല്ല ഇവിടെയൊക്കെ എന്നാ പറ്റിയെന്നോ കൊല്ലാഞ്ഞിട്ടാ അതിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ മറ്റേ ആ വിഷ്ണുവിൻ്റെ വിളിയില്ലേ അത് പെട്ടാ കുളിക്കുന്നത് എന്നിട്ട് അവരുടെ അമ്മ അതുണ്ടാക്കി കൊടുത്തു വിടും ഒരു കുപ്പിയിൽ ഇപ്പോഴും അത് ഇട്ടാ കുളിക്കുന്നത് നന്നായിട്ട് കുടിയില്ലേ അതിന് മുടിക്ക് നല്ല കറുപ്പ് കളറും കിട്ടും പിന്നെ വളരുകയും ചെയ്യും പിന്നെ താരനൊന്നും ഉണ്ടാവില്ല പക്ഷെ ആരും മെനക്കെടില്ല എല്ലാം അറിയാമെങ്കിലും ആരും ഇപ്പം അത് മെനക്കെടില്ല ഇപ്പം നമ്മളാരെങ്കിലും ചെയ്യുന്നുണ്ടോ ആർക്കും കഴിയില്ല അത് തന്നെ കഴിയും കഷ്ടപ്പെടുകയോ മെനക്കെടാനൊക്കെ മനസ്സുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല അതിൻ്റെ ഫലം കിട്ടും അതിന് ചെയ്യാന്നുള്ളൂ ഇതൊക്കെ ആർക്കാവും ഇതൊക്കെ അരച്ച് വിഴിഞ്ഞിടിച്ച് ഇതൊക്കെ വറ്റിച്ച് കൊടുക്കണ്ട പോണ നോക്കി വയറൊന്നും ഒന്നില്ലാന്ന് തോന്നുന്നു പോണം മാർക്കാറായിട്ടുണ്ട് കേട്ടോ അതാ ഇവക്കൊരു കുഴപ്പമുണ്ട് എങ്ങനെയാണെന്നറിയോ ഇവള് മാർക്കണ ദിവസം ആ റോട്ടിൽ കൂടി അങ്ങോട്ട് പോകും ഇവിടെ നിന്ന് തിന്നാണ്ടേ ഇരിക്കും മര്യാദക്ക് അവിടെ മാർക്കാറാവുമ്പോൾ ഉണ്ടല്ലോ നേരെ അങ്ങ് പോകും ഇത് പപ്പയും ഞാനും കൂടി ചേർന്ന് വലിച്ചോണ്ട് വന്ന് ഇവിടെ കണ്ട ആ അല്ലെങ്കിൽ അവൾ നേരെ വീട്ടിലേക്ക് പോണതാ ഇത് പോകും അവിടെയും ഒന്നും തിന്നാനൊന്നുമില്ല അവിടെ ഒരു പറമ്പുണ്ട് അവിടെ ഒക്കെ തിന്നാനാക്കാം പോണോ നോക്കി ഭാഗ്യം നടുക്കിടങ്ങ പ്രതിഷേധ സമരം ഞാൻ വരൂല്ല എന്ന് പറഞ്ഞാൽ വരൂല്ല നമ്മൾ ശ്രമിച്ചാലും വരില്ല നമുക്ക് തന്നെ തോന്നണില്ല അവിടെ അപ്പുറത്ത് കേട്ടോ നമുക്ക് വിശപ്പ് വരണമെങ്കിൽ അവിടെ പുല്ലുണ്ടോ പുല്ലും വാ മത്തങ്ങ ഉണ്ടായിരുന്നു ഇതൊക്കെ ഇവിടെ ചവിട്ടി കളഞ്ഞെല്ലാം നോക്കാം ഇതിൻ്റെ ഇടയിൽ ഒരു മത്തങ്ങ ഉണ്ടായത് ഇത് കണ്ടത് ഇതിനകത്ത് ആദ്യം ഇതുപോലെ എന്തോരം മത്തങ്ങ ഉണ്ടായതാണ് ഇവളെല്ലാം ചവിട്ടിക്കള ഇതുപോലെ ഓടി ഉണ്ടായി മത്തങ്ങ ഉണ്ടായില്ല അതിൽ അത് കുമ്പളം ഇവളിങ്ങനെ ഓടി ചവിട്ടിക്കളയല്ല കടന്നു പോയെന്ന് കാണില്ല അത് അതിൻ്റെ തണ്ടുണ്ട് നല്ല വലിയ മത്തങ്ങയായിരുന്നു അവളെ തീറ്റിക്കാന്ന് വിചാരിച്ചിട്ട് പോയതാ പക്ഷെ അവള് നിന്നില്ല മാർക്കണ സമയത്ത് അവൾക്ക് ഇപ്പോഴും ഉള്ളതാണ് മാർക്കടയിൽ ഒരു 2 ദിവസം 1 ദിവസം മുമ്പ് ഇതുപോലെ അവൾ ഇടന്നിരിപ്പോൾ തീറ്റ തിന്നില്ല അയച്ചു വിട്ട് കഴിഞ്ഞാൽ അവൾക്ക് തോന്നുന്ന വഴി ഓടിപ്പോവും ഇപ്പം അങ്ങ് ദൂരേട്ട് ഓടിപ്പോയതാണ് അന്ന് അധികം പോയില്ല ചില ദിവസമൊക്കെ അങ്ങ് ദൂരെ മെയിൻ റോഡ് വരെയൊക്കെ പോവും ഇപ്പം ഞങ്ങൾ പിടിച്ചുകൊണ്ട് വന്നത് കാരണം പിന്നെ ഇനിയിപ്പോൾ തിന്നട്ടെ വയറൊന്നും തീറ്റയും മര്യാദക്ക് എടുക്കില്ല അങ്ങനെയുള്ള ദിവസം
അപ്പോൾ ഇന്ന് അവിടെ തോട്ടത്തിൽ കെട്ടിയിട്ട് അധികം തീറ്റയൊന്നും തിന്നിട്ടില്ല, വയറും നിറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ കുറച്ച് ഞാൻ പുല്ല് നട്ടേക്കണതാണ്. അതൊക്കെ നന്നായിട്ട് വലിയതായിട്ട് വന്നതാണ്. വെട്ടിയരിഞ്ഞിട്ടൊക്കെ കൊടുക്കുമായിരുന്നു. ഇപ്പം അവൾ തിന്ന് തന്നെ അഴിച്ചു വിട്ട് അവൾ തിന്നും. പിന്നെ മുളച്ച് വന്നതൊക്കെ അവൾ തിന്നുക. അപ്പോൾ ഇപ്പം അങ്ങനെ തിന്നോട്ടെ എന്ന് വിചാരിച്ച് അങ്ങോട്ട് വിട്ടതാണ്. ഇനി തിന്നു കഴിഞ്ഞ് വയറ് ഇനി വരും. അപ്പം ഇനി കറക്കാൻ പോവുകയാണ് അവളെ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നല്ലൊരു വീഡിയോ ഇട്ട് വരാം.